ഇപ്പോൾ ട്രംപ് വന്ന ഉടനെ സംഭവിച്ചൊരു കാര്യം, ട്രംപിനെ കൊല്ലാൻ പദ്ധതിയിട്ട ഒരു ഇറാനിയൻ പൗരനെ, അസറ്റ് എന്ന് പറയും ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ. ഇപ്പോൾ കാനഡയിൽ കൊല്ലപ്പെട്ടില്ലേ നിജ്ജർ അവരുടെ ഒരു അസറ്റായിരുന്നു കാനഡയുടെ. എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ കുഴപ്പം സൃഷ്ടിക്കാൻ കഴിവുള്ള ആൾ, അതിനുവേണ്ടി പോവുകയും കള്ളത്തരം കാണിക്കുകയും ആരെങ്കിലും കൊല്ലുകയും പിടിക്കുകയും ചെയ്യുന്നതിന് അസറ്റ് എന്ന് പറയും. ലോറൻസ് ബിഷ്ണോയ് ഇന്ത്യയുടെ അസറ്റാണ് എന്ന് പലരും ആരോപിക്കുന്നു, പ്രത്യേകിച്ച് കാനഡ. ഇതുപോലെ ഇറാനിയൻ അസറ്റ് അമേരിക്കയിലുണ്ടായിരുന്നു. അയാൾ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ട്രംപിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. സക്സസ്ഫുൾ ആയില്ല. ഒരു വെടി പോലും അയാൾക്ക് വയ്ക്കാൻ പറ്റിയില്ല. പക്ഷേ അയാളെ ഇപ്പോൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, യെസ്, എന്നെ ഇറാൻ ഏൽപ്പിച്ച് ദൗത്യം ഇതായിരുന്നു, ബട്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ 3 തവണ ശ്രമിക്കുക, ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ ശ്രമിക്കരുത്, പിന്നെ ശ്രമിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ട്രംപ് തോൽക്കും എന്ന് ഉറപ്പാണ്. തോറ്റ ട്രംപിനെ കൊല്ലാനായിരിക്കും എളുപ്പം, ട്രംപിനെ ഏതായാലും കൊല്ലാൻ. ഇതാണ് അയാൾ കൊടുത്ത മൊഴി. അത് വലിയ കോലാഹലം ഉണ്ടാക്കി. അയാൾ ഏതായാലും ഇപ്പോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ് ഈ അസറ്റ്. ഇറാൻ്റെ മറുപടി വളരെ ഷാർപ്പായിരുന്നു. ഇറാൻ പറഞ്ഞു, ഇത്തരം നോൺസെൻസ് പറഞ്ഞുകൊണ്ട് നടക്കരുത്, അതിനൊക്കെ കോൺസിക്വൻസ് ഉണ്ടാവും, ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഈ ഇസ്രായേലിനോടുള്ള പിന്തുണ അത് പരിധി വിട്ടിരിക്കുന്നു, അത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് കരുതരുത്. ഞങ്ങളുടെ നാട്ടിൽ വന്ന്, അവിടെയാണ് ഇസ്മായിൽ ഹനിയ ആദ്യമായിട്ട് ഈ കോണ്ടെക്സ്റ്റിലേക്ക് വരുന്നത്. ഹനിയ മരിച്ചിട്ട് നാളെ കുറേയായി, നമ്മൾ പോലും ആ പേര് മറന്നു. പക്ഷേ ഇറാൻ ആ പേര് എടുത്തിട്ടു. ഇറാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇസ്മായിൽ ഹനിയയെ കൊന്ന ആൾക്കാരാണ് ഇസ്രായേൽ, അവരെ സപ്പോർട്ട് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം, ഇത് ലോകത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്, ഇറ്റ് വിൽ ഹാവ് വേൾഡ് വൈഡ് കോൺസിക്വൻസസ് എന്ന് വെച്ചാൽ ഒരു ലോകമഹായുദ്ധം കാണിച്ച് ഇറാൻ അമേരിക്കയെ പേടിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, അത് ചെയ്ത് ശരി, അതിൻ്റെ ഒരു പ്രശ്നമുണ്ടായി. തൊട്ട് പിന്നാലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയോ മറ്റോ ഇറാനിയൻ പ്രസിഡൻറ്റ് പെഷസ്കിയാൻ മുഹമ്മദ് ബിൻ സൽമാനെ ഫോൺ ചെയ്തു. അത് അപൂർവമായൊരു ഫോണായിരുന്നു. ഫോൺ ചെയ്ത് അവരുടെ ഇപ്പോൾ സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട്, ഏതാ രാജ്യം, ജിദ്ദയോ സംവേർ, അവിടെ ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് OIC പ്ലസ് അറബ് ലീഗ്, ഈ രാജ്യങ്ങളുടെ സമ്മേളനം കോമൺ ആയിട്ട് നടക്കുന്നു. അപ്പോൾ അതിൽ സയണിസ്റ്റ് ശക്തികൾ എന്ന് വെച്ചാൽ ഇസ്രായേൽ, അവരെ നേരിടാനുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കണം എന്നാണ് ഈ ഫോൺ കോളിൽ ഇങ്ങനെ ആവശ്യപ്പെട്ടത്. മുഹമ്മദ് ബിൻ സൽമാൻ എന്ത് പറഞ്ഞു എന്നുള്ളത് വെളിയിൽ വന്നിട്ടില്ല. അതിന് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ച് കാണാം. പക്ഷേ മുഹമ്മദ് ബിൻ സൽമാൻ ഈ ഇസ്ലാമിക ടെററിസത്തിന് അനുകൂലമായിട്ട് നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മൾ ബ്രിക്സിൽ ഒഫീഷ്യലി സൗദി അറേബ്യ മെമ്പറാണ്, എന്നിട്ട് പോലും ബ്രിക്സിലെ യോഗത്തിന് സൗദി അറേബ്യ വന്നില്ല. വരാഞ്ഞത് ഇറാൻ്റെ ഇടപെടലുകളുണ്ടാണ് എന്ന് എല്ലാവരും വിചാരിക്കുന്നു. ഇറാൻ സൗദി അറേബ്യ ഒരു സമാധാന കരാർ ഉണ്ടാക്കാനായിട്ട് ചൈന 2019 മുതൽ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ വിജയമാണ് ഈ ഫോൺ കോൾ എന്ന് പറയപ്പെടുന്നു. ചൈന ഒന്നും മിണ്ടുകയില്ല, ചൈന ഒരു ഡിസ്പ്യൂട്ടിൽ ഇടപെടുകയില്ല, ഒന്നും മിണ്ടുകയില്ല, എന്നാൽ സകല കാര്യങ്ങളിലും കൈയിടുകയും ചെയ്യും, തലയിടും. അതാണ് ചൈനയുടെ സ്വഭാവം. അപ്പോൾ ഇതിപ്പോൾ ക്രൂഷ്യലാവാൻ പോവുകയാണ്. ഈ OIC അറബ് ലീഗ് മീറ്റിംഗ് വിൽ ബി വെരി ക്രൂഷ്യൽ. ലോകസമാധാനത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ അത് ക്രൂഷ്യലായിരിക്കും. പക്ഷേ അപ്പോൾ പോലും യുണൈറ്റഡ് UAE, സൗദി അറേബ്യ, ഒമാൻ, ഈ 3 പേര് ഇവരുടെ കൂടെ ഈ ഹമാസിനും ഇതിനും പിന്തുണ കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കൊടുക്കുന്നത് ദാറ്റ് വിൽ ബി ആത്മഹത്യാപരമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവർക്കും ഒരു പ്രശ്നമുണ്ട്, ഈ നായ്ക്കളെ വിട്ട് കടിപ്പിക്കുന്ന ഇറാൻ്റെ സ്വഭാവമുണ്ടല്ലോ. എല്ലാ രാജ്യത്തും ഇറാൻ്റെ
പട്ടികളുമുണ്ട്. ഇറാൻ അതിനെ അഴിച്ചുവിട്ട് അവിടെ ഘടിപ്പിക്കും. അങ്ങനെയാണ് ഈ യമനിൽ ഹൂത്തി, ലെബനനിൽ ഹിസ്ബുള്ള, ഇസ്രായേലിൽ ഹമാസ്, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അവർക്ക് വേട്ടപ്പട്ടികളുണ്ട്. ആവശ്യം വരുമ്പോൾ ഇതിനെ അഴിച്ചുവിടും. ഇതിനെയൊക്കെ മുഹമ്മദ് ബിൻ സൽമാൻ അടക്കി വച്ചിരിക്കുകയാണ്, UAE അടക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ചില്ലറ പ്രശ്നങ്ങളുണ്ട്, ചില്ലറ തലവേദന ഉണ്ടാക്കാൻ പറ്റും. സൗദിയിൽ ഈ ഹൂത്തികളെ വെച്ചും ഇറാൻ ചില ഓപ്പറേഷൻ നടത്തിയിരുന്നു. അത് സൗദി നിർദ്ദയം 100 കണക്കിന് ആൾക്കാരെ ഇവരെ ഹൂത്തികളെ യമനിൽ മിസൈൽ അയച്ച് കൊന്നുകളഞ്ഞു സൗദികൾ. അത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോലുമില്ല, ആസ് ഇഫ് ഇറ്റ് വാസ് ലെജിറ്റിമേറ്റ്. കാരണം അത്രയധികം സൗദി അറേബ്യയ്ക്ക് തലവേദനയായിരുന്നു. സൗദി അറേബ്യ മെല്ലെ ഡീറാഡിക്കലൈസ് ചെയ്ത് വരികയാണ്. UAEയിൽ വെള്ളിയാഴ്ച അല്ല ഞായറാഴ്ചയാണ് അവധി. ഇപ്പോൾ വെള്ളിയാഴ്ച ഓപ്ഷണൽ ഹോളിഡേ ആക്കി കൊടുത്തിരിക്കുന്നു. അവർ മെയിൻ സ്ട്രീമിലേക്ക് ലോകം എല്ലാം പെരുമാറുന്ന പോലെ മതിയപ്പ. അല്ല, അപ്പം വെള്ളിയാഴ്ച ക്രിസ്ത്യാനികളുടെ അല്ലേ ആണ്, പക്ഷേ അതിനൊരു റിലീജിയസ് കളറിന് കൊടുക്കേണ്ട എത്രയോ വർഷമായി അതിങ്ങനെ തുടരുന്നു. എല്ലാവരും ഞായറാഴ്ച അവധി എന്ന് പറയുമ്പോൾ നമ്മൾ ഞായറാഴ്ച കട തുറന്ന് വയ്ക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ വേഷം, ഹിജാബ്, ബുർഖ ഇതുപോലുള്ളതിലൊന്നും MBSന് വിശ്വാസമൊന്നുമില്ല. MBSൻ്റെ മകൾ മോസ്റ്റ് മോഡേണായിട്ട് അവരുടെ റീൽസൊക്കെ ഉണ്ട്, ഒരു യൂറോപ്യൻ ടൈപ്പിലുള്ള വേഷത്തിൽ. അതാണ് അവരുടെ പോക്ക്. UAEയും സൗദി അറേബ്യയും. ഒമാൻ പിന്നെ ചെറിയൊരു രാജ്യമാണ്, അത് നമുക്ക് തൽക്കാലം കൂട്ടണ്ട. ഇവരുടെ നിലപാട് എന്തായിരിക്കും OIC അറബ് ലീഗ് സമ്മേളനത്തിൽ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അത് ഇറാൻ്റെ ഈ പിടിവാശിക്കും എടുത്തുചാട്ടത്തിനും അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് ആരും കൂട്ടുനിൽക്കില്ല, അതൊന്നും മുതലാകുന്ന കാര്യമല്ല. ഇപ്പോൾ ഇറാൻ അമേരിക്കയെ ഭീഷണിപ്പെടുത്തി, ഇഷ്യൂഡ് വാണിംഗ് എന്നാണ് പറയുന്നത്, മുന്നറിയിപ്പ് കൊടുത്തു. ആർക്ക്? അമേരിക്കയ്ക്കോ? അമേരിക്കയുടെ പ്രൊട്ടക്ഷനിലാണ് ഇവർ മുഴുവൻ നിൽക്കുന്നത്. ഖത്തർ, ഒമാൻ, UAE, സൗദി അറേബ്യ, ഇവരെല്ലാം ബേസിക്കലി അമേരിക്കൻ പ്രൊട്ടക്ഷൻ ആണ്. അവരുടെ ആ US എബ്രഹാം ലിങ്കൺ, USS എബ്രഹാം ലിങ്കൺ, US ഷിപ്പ് എന്നാണ് USS എന്ന് വെച്ചത്. എബ്രഹാം ലിങ്കറിന് ഒരു കപ്പൽ മാത്രമല്ല, അതിൻ്റെ കൂടെ അനുസാരികളായിട്ട് 10-24 കപ്പലുകൾ വേറെയുണ്ട്. ആണ് കപ്പൽപ്പട എന്ന് പറയുന്നത്. അപ്പുറത്ത് കടലിൽ ഇതാണ് ഹാരി ട്രൂമാൻ ആണെന്ന് തോന്നുന്നു, ട്രൂമാൻ എന്ന കപ്പൽ. ഇങ്ങനെ 2 വശത്തു നിന്നും അമേരിക്കയുടെ പ്രൊട്ടക്ഷനോടെയാണ് ഇവർ ജീവിക്കുന്നത്. പ്രൊട്ടക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ പക്ഷേ ആക്രമണമായിട്ട് മാറ്റാൻ അമേരിക്കയ്ക്ക് വലിയ നേരമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിയാണ് ഗൾഫിലുള്ളത്. മാത്രമല്ല, ഇവർ ബേസിക്കലി ഈ ടെററിസത്തെ അനുകൂലിക്കുന്ന രാജ്യങ്ങളല്ല. OICയിൽ അപൂർവം ചില രാജ്യങ്ങൾ, ഇപ്പോൾ സിറിയ പിന്തുണച്ചേക്കും ഇത്തരം തെമ്മാടിത്തരത്തിന്. പക്ഷേ സിറിയ അടികൊണ്ട് അവശ്യ നിലയിലായി നാശമായിട്ട് നിൽക്കുകയാണ്. ലെബനനും വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ജോർഡാൻ പണ്ടേ ഇതിലില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതാണ്. ജോർഡാൻ രാജാവ് ഒരു ഏർപ്പാടിനുമില്ല. ഈജിപ്റ്റും ഇടപെടില്ല. ഗാസയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്നതാണ്, തെക്ക് വശത്താണ് ഈജിപ്റ്റ്. പക്ഷേ ഈജിപ്റ്റ് ഇതുവരെ ഡിസ്പ്യൂട്ടിൽ ഇടപെട്ടിട്ടില്ല. അവർ പലസ്തീൻകാരാണെന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്നു കൊടുക്കാനും അവർ തയ്യാറില്ല. പാലസ്തീൻ റെഫ്യൂജീസിനെയും ഈജിപ്റ്റ് എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ വെച്ചിട്ട് OIC ആണെങ്കിലും അറബ് ലീഗ് ആണെങ്കിലും എന്ത് തീരുമാനം എടുക്കാനാണ്? ഇറാൻ അനുകൂലമായ തീരുമാനം അവരെടുക്കാൻ സാധ്യമല്ല, സാധ്യതയില്ല.